നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ പരസ്പരം തുറന്ന് സംസാരിച്ചുകൊണ്ട് പരിഹരിക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ വായന കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റിയൂണിയൻ പോസിബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് റിയൂണിയൻ പോസിബിൾ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാ എനർജിയും ഇവിടെ വരുന്നതാണ്. പക്ഷേ കുറച്ച് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കാൻഡിൽ വാക്സ് സ്മച്ച് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. മെഴുകുതിരിയുടെ മെഴുക്ക് ഉപയോഗിച്ചുള്ള അതിൻ്റെ ആകൃതിയെയും അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെയും കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പൂർണ്ണമായും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങൾ പരമാവധി പിടിച്ചു നിർത്താനായി ശ്രമിക്കുക. അതിനായി ഒരു കാര്യമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ വായന കാണേണ്ടത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർത്തുകൊണ്ടായിരിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർക്കുവാൻ വേണ്ടി വ്യക്തിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ മന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ഈ വായന കാണുവാനായി ശ്രമിക്കുക. ആദ്യം കാൻഡിൽ വാക്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സും നോക്കി വായന പറയുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസിലായാലും ഓട്ടോമാറ്റിക് റിയൂണിയൻ വീഡിയോ ആയിരുന്നു. ഒരുപാട് പേർക്ക് റിസൾട്ട് ലഭിച്ചു എന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്, പ്രേക്ഷകർ പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ള നല്ല രീതിയിലുള്ള സന്ദേശങ്ങളാണ്, പോസിറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ 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 നന്ദി. ഇത് തികച്ചും എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, നിങ്ങളോട് തന്നെയാണ്, അതുപോലെ യൂണിവേഴ്സിനോടും. കാരണം നിങ്ങൾ അത്രത്തോളം വിശ്വാസത്തോടു കൂടി ഈ ഒരു വായന കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. നിങ്ങൾ ആ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നന്ദി പറയേണ്ടത് നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് നടുവിലായിട്ട് ഒരു നേർവര നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മെഴുകുതിരിയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് ഈ ഒരു വര വന്നിട്ടുള്ളത്. അതായത് ഒരൊറ്റ വര, നടുവിലായിട്ട് നീളത്തിൽ ഒരൊറ്റ വര. ഇതിനെ സൂചിപ്പിക്കുന്നത് പോലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം തകർക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് പലതരത്തിൽ നിങ്ങളുടെ പ്രണയബന്ധത്തെയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെയോ തകർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ രണ്ടായി വിഭജിക്കുവാൻ വേണ്ടി പലവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് നമുക്കിതിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസ്ട്രാക്റ്റീവ് എനർജീസ് തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചെറിയ രീതിയിലുള്ള കറുത്ത തരത്തിലുള്ള ഒരു പടലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ 100% ഒരു 30% ബ്ലാക്ക് മാജിക്കിന്റെ സാന്നിധ്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ അറിവിലുണ്ടായിരിക്കാം, നിങ്ങൾ അത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന നിങ്ങളത് അറിയാൻ പോകുന്നുണ്ടാകാം. ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാരണം ആദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ വ്യക്തിയെ അല്ല ഇപ്പോൾ നിങ്ങളോട് പെരുമാറുന്നത്. പണ്ട് നിങ്ങളോട് ഒരു ദിവസം പോലും സംസാരിക്കാതെയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കാതെയോ ഒന്നും ഈ വ്യക്തി കിടന്നുറങ്ങില്ലായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടായിരിക്കാം കിടന്നുറങ്ങുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യമൊക്കെ വളരെയധികം മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ആകൃതിയാണ് നമുക്ക് മെഴുക് കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഈ വശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത്
ഞാനൊരു പേന കൊണ്ട് അത് മാർക്ക് ചെയ്യാം. ഈ ഒരു വശമാണെങ്കിൽ പോലും ഈ രണ്ടാകൃതികൾ കൂട്ടിമുട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂട്ടിമുട്ടിയിട്ടില്ല, കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഈ വ്യക്തിയുടെ പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ്. ഈ വ്യക്തിക്ക് വളരെയധികം സ്നേഹമുണ്ട്. ആ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കൂട്ടിമുട്ടുന്നില്ല. ഇത്രയും ഗ്യാപ്പിൽ അത് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെ പരിപൂർണമായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വര വന്നിട്ടുള്ളത്. ഇതും നിങ്ങളുടെ പ്രണയബന്ധത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി നിങ്ങൾ അകന്നു നിൽക്കുന്നതിനുള്ള പരിപൂർണമായിട്ടുള്ള കാരണങ്ങൾ ഈ അനാവശ്യമായി വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് തന്നെയാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല തരത്തിലാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കളിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. അതിനായി പല മോശപ്പെട്ട കളികളും കളിച്ചതായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ അവസാനം സംശയമായ രീതിയിലേക്ക് വന്ന് ഭവിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വശത്ത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു വശങ്ങളിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്റ്റിംഗ് എനർജി, അതായത് ഈ വ്യക്തിയുടെ എനർജി ചോർന്നൊലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി വലിച്ചെടുക്കുന്നതാണെങ്കിലോ തേർഡ് പാർട്ടിയാണ്. പലതരത്തിലുള്ള പല രീതിയിലുള്ള തെറ്റായ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കുക, നിങ്ങളോട് താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ആയിരിക്കുമ്പോൾ പോലും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി അനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം ഈ വ്യക്തിക്ക് കൊടുത്ത് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വേർപിരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നേരെ വന്നിട്ട് രണ്ട് വഴികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതും വളരെ കട്ടിയായിട്ടാണ് അതിൻ്റെ അറ്റം നിൽക്കുന്നത്. ഒരു കൃത്രിമത്വം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൃത്രിമത്വത്തിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാനിങ്. കാരണം ഈ വ്യക്തിയെ കൊണ്ട് എങ്ങനെയൊക്കെ പെരുമാറിപ്പിക്കാം, ഈ വ്യക്തിയെ കൊണ്ട് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ള തന്ത്രം തേർഡ് പാർട്ടിയുടെ പക്കലുണ്ട്. അതിനനുസരിച്ച് തേർഡ് പാർട്ടി കളിച്ചതായിട്ടും, കാരണം വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഈ വരകൾ ലഭിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ വന്ന് ഇതിലേക്ക് വരുന്നു, ഇതിങ്ങനെ വന്ന് ഇതിലേക്ക് പോകുന്നു, അങ്ങനെ രണ്ട് വരകൾ. അതിൻ്റെ മൂർച്ച അല്ലെങ്കിൽ ആ ഒരു വാലിൻ്റെ അറ്റമാണെങ്കിലോ കുറച്ച് കട്ടിയായിട്ട് നിൽക്കുന്നു. എന്നാൽ ഈ വരകൾ നോക്കൂ, സാധാരണ പോലെ ഇരിക്കുന്നു. ഇത് വളരെയധികം കൃത്രിമത്വത്തെ, ആർട്ടിഫിഷ്യലിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അതായത് അത്രയും പ്രീ പ്ലാൻഡ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളുമായി കൂടിച്ചേരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും ഗ്യാപ്പിന്റെ പ്രശ്നമേ ഇവിടെയുള്ളൂ. അത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നതായിട്ടുള്ള സൂചനകൾ നമ്മൾക്ക് ഇതിൽ നിന്നും വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളത് ഉപയോഗിക്കാനായി ശ്രമിക്കുക. ഇനി കാർഡ്സിലേക്ക് കടക്കാം. ഈ വ്യക്തിക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളും ചതികളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പരിപൂർണ വിശ്വാസത്തോടു കൂടി വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. വിജയത്തെയും സന്തോഷത്തെയും കാര്യസാധ്യത്തെയും സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ 8 ഓഫ് വാണ്ട്സ് തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പരിപൂർണമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് ഫോണിൽ കൂടെ അല്ലെങ്കിൽ പോലും, ഫോൺ സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ പോലും നിങ്ങളുമായിട്ട് പള്ളിയിലോ അമ്പലങ്ങളിലോ നേരിട്ട് കാണാനുള്ള സാധ്യതകളും ഇവിടെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിൽ ദേവി അല്ലെങ്കിൽ ദേവൻ ആയിട്ട് കാണുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം എംബ്രസിന്റെ എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കിങ് ഓഫ് കപ്സും എംബ്രസിന്റെ എനർജിയും. ഇതിൽ കൂടുതൽ എന്ത് വേണം? കുറച്ച് മോശം കാലഘട്ടമായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണക്കാക്കിയാൽ മതി. ഏതോ ഒരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടിയുടെ വലയിൽ
വീണു പോയി എന്നുള്ള ഒരൊറ്റ കുറ്റബോധം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. അല്ലാത്ത പക്ഷം സ്നേഹത്തിന്റെ പാനപാത്രം പിടിച്ചിരിക്കുന്ന ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ നല്ലൊരു രാജകുമാരനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മൂൺ എനർജി വന്നതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് ബ്ലാക്ക് മാജിക് എനർജി ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനു മുമ്പും നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് റിയൂണിയൻ പോസിബിൾ ആയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവരായിരിക്കാം. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.